പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഹായ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ലെറ്റ് മീ ജസ്റ്റ് സീ ഹൗ മെനി ഓഫ് യു ആർ ലൈവ് റൈറ്റ് നൗ. ഐ ഡോണ്ട് നോ എന്തായാലും നിങ്ങൾ എന്നെ അറിയിക്കണം വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് ഇന്റർവ്യൂ എന്നുള്ളത്. ഇപ്പൊ യു വിൽ സീ ദിസ് പേപ്പർ ഇൻ മൈ ഹാൻഡ്. ഓക്കെ, ഈ പേപ്പറിൽ 1 to 50 ഇത്രയും കോളംസ് ഉണ്ട്. ഈ കോളത്തിൽ ഞാൻ റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ ഞാൻ ഓൺ എയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഔട്ട് ഹിയർ ഈസ് 0 to 100 നമ്പേഴ്സ് റാൻഡം ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജോജോന് ഇപ്പൊ ആസ് ഓഫ് നൗ അറിയില്ല. ഐ എം ഗോയിങ് ടു റീഡ് ഇറ്റ് ഔട്ട് ടു ഹിം. ഓക്കെ, ആൻഡ് ജോജോ ഈസ് ഗോയിങ് ടു റിപ്പീറ്റ് ബാക്ക് ഇൻ ദ സെയിം ഓർഡർ. തെറ്റിക്കാതെ ഇത് പറയാൻ പോവാണ്. ജോജോ റെഡി അല്ലേ? ഓക്കെ, സ്പെസിഫിക്കലി ഇപ്പം 90 ആണെങ്കിൽ 90 അല്ല 19 ആ ഒരു അങ്ങനെ തന്നെ ക്ലാരിറ്റി ഇപ്പൊ ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കാലോ? ക്ലിയർ ആണ്. ഓക്കെ, ശരി. 93 7 26 19 36 4 52 3 99 70 66 49 20 11 40 32 87 61 15 9 26 5 33 51 7 55 65 80 10 43 76 62 8 33 18 28 16 0 38 4 88 6 77 35 53 69 1 second, one clarification. After 35 53 yes 69 yes 2 yes 83 yes 1 yes 18 right. Okay. റെഡിയാണോ? പറയാം. റെഡിയാണ്. ഓക്കെ, പറഞ്ഞോ. ഓർഡറിൽ പറഞ്ഞോ. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, കാരണം ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് whichever way you want. ഓക്കെ, ശരി. അപ്പോ ഇത് ഫുൾ സീരിയൽ, അതായത് 1 to 50 തന്നെ ഇപ്പൊ പറഞ്ഞു. പറഞ്ഞോ. റെഡി. നോക്കിക്കോണം. തെറ്റിയെങ്കിൽ നോ പറയുക, ശരിയെങ്കിൽ പറഞ്ഞേക്കാം. ശരി. ഏതെങ്കിലും നമ്പർ ഞാൻ വിട്ടുപോയാൽ എനിക്ക് സൂചന നൽകുക, ഞാൻ ആ നമ്പർ പറയാൻ ശ്രമിക്കുന്നു. ശരി, അത് എന്റെ വിക്കറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തെറിപ്പിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ശരി. ഓക്കെ, സ്റ്റാർട്ട്. 93 7 26 19 36 4 52 3 99 70 66 49 20 11 40 32 87 61 15 9 26 4 5 okay 33 51 7 55 65 80 10 43 76 62 8 33 18 28 16 0 38 4 88 6 77 35 53 69 2 83 1 and 18. സീരിയസ്ലി. ഓക്കെ, ശരി. ഞാനിപ്പോ വേറൊരു കാര്യം ചോദിക്കാൻ പോവാ. 25 കറസ്പോണ്ടിങ് നമ്പർ എന്തായിരുന്നു? 25 കറസ്പോണ്ടിങ് നമ്പർ 7. ശരി. 16 കറസ്പോണ്ടിങ് നമ്പർ എന്തായിരുന്നു? 16 is 32. ദൈവമേ. ഓക്കെ, 38 കറസ്പോണ്ടിങ് എന്തായിരുന്നു? 38 is your favorite number because you are emotional with that number whenever you see it. Because you have got it so many times on your progress card. No. It is 0. Seriously, this is amazing. So Jojo, okay, but Jojo ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ കംപ്ലീറ്റ്ലി തോപ്പിച്ച് കളഞ്ഞു. So Jojo, ഇത് എങ്ങനെ സംഭവിക്കുന്നു? How are you actually doing this? Okay, നമ്മൾ ലോജിക്കൽ നമ്പറുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ വിഷ്വൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറയുന്ന ആ സ്പീഡിൽ തന്നെ ഞാൻ ആ വിഷ്വൽസ് മനസ്സിലേക്ക് ഇങ്ങനെ 1 by 1 കൊണ്ടുവരും. അപ്പം പ്രാക്ടീസ് തീർച്ചയായിട്ടും വേണം. പക്ഷെ പ്രാക്ടീസ് കൊണ്ട് ഈ സ്പീഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, എനിക്ക് ആളുകളെ തീർച്ചയായിട്ടും ഇത് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ പറ്റും.
പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ സ്പീഡിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുണ്ട്. ഇപ്പൊ നമ്പറുകളെ നമ്മൾ എന്ത് ചെയ്തു, വിഷ്വലാക്കി മാറ്റി. ആ വിഷ്വലാണ് നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ 50 നമ്പേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിലും കൂടുതൽ പിന്നെ ഡെഫിനറ്റ്ലി. എത്ര വരെയും മെമ്മറൈസ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 2500 നമ്പേഴ്സ് വരെ എന്നതിൽ ചെയ്യുന്നുണ്ട്. താങ്കളുടെ ബ്രെയിൻ ഇത് കടം തരുമോ? അല്ല, ഇത് ഉണ്ടാക്കിയെടുത്ത ബ്രെയിനാണ്. ഇത് ഒരിക്കലും ഇൻബോൺ അല്ല. എത്ര നാളത്തെ ഒരു പ്രാക്ടീസ് ആണിത്? ഞാൻ പറഞ്ഞല്ലോ 2004 ഞാൻ തുടങ്ങി. ഞാൻ ഇത് പ്രാക്ടീസ് നിർത്തിയിട്ടില്ല. ഇത് ക്രിക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് സ്പോർട്സ്. നമ്മൾ ഫിസിക്കൽ സ്പോർട്സ് ഉണ്ട്, മൈൻഡ് സ്പോർട്സ് ഉണ്ട്. ഇതൊരു മൈൻഡ് സ്പോർട്സ് ആണ്. ഡെഫിനറ്റ്ലി. ഓക്കെ. അപ്പം സച്ചിൻ ടെണ്ടുൽക്കർ എത്രമാത്രം അദ്ദേഹം മാസ്റ്റർ ആയിരുന്ന സമയത്ത് പോലും ഹി യൂസ് ടു പ്രാക്ടീസ് അറ്റ് ദ നെറ്റ്സ്. ഓക്കെ, കണ്ടിന്യൂസ്ലി രാവിലെയും വൈകുന്നേരം ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദ മൊമെന്റ് ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ അദ്ദേഹവും അത് വോക്കൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുള്ളതായിക്കോട്ടെ, പ്രാക്ടീസ് എന്നൊരു സംഗതി ഇതിനകത്ത് വലിയൊരു ഘടകമാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യണം തീർച്ചയായിട്ടും. ഓക്കെ. സോ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ടൂൾസ് ലൈക്ക് ഇതിപ്പോ ജോജോ തന്നെ എങ്ങനെയാണ്? ഹൗ ഡു യു ലൈക്ക് ഹാവ് യു മെയ്ഡ് ദ ടൂൾസ്, അതോ ഉള്ള ടൂൾസ് തന്നെ എൻഹാൻസ് ചെയ്യാനാണോ? ഞാൻ ഇതുപോലെ എന്റെ കൈവശം ഏകദേശം ഒരു 2000 അല്ലെങ്കിൽ 3000-ഓളം പേപ്പറുകൾ എന്റെ അടുത്തുണ്ട്, ഡിഫറെന്റ് നമ്പേഴ്സ് എഴുതിയിട്ടുള്ള സെറ്റ്. അപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് ഒരു പേപ്പർ എടുക്കുന്നു, ഞാൻ തന്നെ അത് വായിക്കുന്നു. ചിലപ്പോൾ ഇതേ പോലെ എനിക്ക് ആരും അത് റീഡ് ഔട്ട് ചെയ്തു തരാൻ ഉണ്ടാവത്തില്ല. സോ ഐ ഹാവ് ടു ഫൈൻഡ്. അപ്പൊ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ ഞാൻ സ്പെയർ ടൈമിലൊക്കെ ഐ യൂസ് ടു. ഇനിയിപ്പോ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ഞാനിപ്പോ 50 നമ്പേഴ്സ് വായിച്ചു. ഈ ഒരു നമ്പേഴ്സ് എത്ര നാൾ ഇത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യില്ല? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെമ്മറി ഷോ ചെയ്യേണ്ട ആളായതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇത് രണ്ടാമത് വീണ്ടും ഇതിൽ അങ്ങനെ തന്നെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യത്തില്ല. കാരണം ചില ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ ഒരു 3-4 ഷോ വരെ ചെയ്യേണ്ടതായിട്ട് വരും, ഡിഫറെന്റ് ഓഡിയൻസ്. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ഇറ്റ്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് 5. അമേസിംഗ്. പക്ഷേ ജോജോ, അപ്പൊ ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ ലിസണേഴ്സിനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിപ്പോ എങ്ങനെയാ എനിക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ജോജോന്റെ അടുത്ത് വന്നിട്ട് ഇത് എങ്ങനെ പഠിക്കാൻ പറ്റും? പഠിക്കാൻ നമ്മളിപ്പോ പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തി ഷാർജ റോളയിലുള്ള ലീഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒരു സെഷൻ ചെയ്തിരുന്നു. ഇനി അടുത്ത വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രോഗ്രാം നടക്കുന്നുണ്ട് ഷാർജ റോളയിലുള്ള ലീഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. ഫ്രീ ഫോർ ഓൾ അല്ല, അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്. എനിക്കറിയാം എഡ്യൂകഫേ എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൺ എയർ തന്നെ അതിന്റെ ഇൻവൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എഡ്യൂകഫേയുടെ ഒരു പാർട്ടും കൂടിയായിരുന്നു ജോജോ. യെസ്, അതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് നമുക്ക് ജോജോനെ ഇവിടെ സ്റ്റുഡിയോയിലേക്ക് കിട്ടാനുള്ള കോൺടാക്ട് ഒക്കെ വന്നത്. അപ്പോ ലീഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ഒരു പ്രോഗ്രാമിനാണ് ഇനിയിപ്പോ ജോജോ അടുത്ത പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി ദുബായ് ബേസ് ചെയ്തിട്ടാണോ അത് നാട്ടിലാണോ ജോജോ? എവിടെയാണ് കൂടുതൽ ഇനി നിൽക്കാൻ പോകുന്നത്? രണ്ട് സ്ഥലത്തും ഉണ്ടാവും. ഹൗ ലോങ് ക്യാൻ വി ഫൈൻഡ് യു ഇൻ ദുബായ്? ഞാൻ ഇവിടെ പെർമനന്റ് വിസയിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ആണോ? അത് ശരി. അപ്പൊ ജോജോനെ ഇനി കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ഇമെയിൽ ഐ ഡി ഉണ്ടോ? എന്താണ്? നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് സുമുഖൻ എല്ലാവരും വിളിച്ചോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമ്പർ കൊടുക്കണോ? ഇമെയിൽ ഐ ഡി കൊടുക്കണം? നമ്പർ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തൊട്ട് അടിച്ചു തുടങ്ങും. ജോജോ എന്റെ മെമ്മറി ഒന്ന് കൂട്ടി തരുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടല്ലോ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ഈ പേരുകൾ ഓർത്ത് വെക്കുക? പലർക്കും പേര് ഓർത്ത് വെക്കാൻ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ അതിനും വല്ല ഒരു ഉണ്ടല്ലോ? ഉദാഹരണത്തിന് മായ എന്ന പേര് ഞാൻ ഓർക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ മായയെ ഞാൻ പരിചയപ്പെട്ടു, മായയുടെ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യും, മായ എന്ന് മാത്രം നമ്പർ ഞാൻ സേവ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരു മായ ഉണ്ട് മൊബൈലിൽ. പക്ഷെ ഏത് മായ, എവിടുത്തെ മായ, എങ്ങനെ കണ്ടുമുട്ടി എന്നുള്ളതൊരു വിൽ ബി എ ചലഞ്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മായയെ കണ്ടുമുട്ടും. മായ ഇപ്പോൾ ഹിറ്റ് FM-ൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒബ്വിയസ്ലി ഒരു ലിങ്ക് കൊടുക്കേണ്ടത് മായ ഹിറ്റ് FM. ഓക്കെ, അപ്പൊ ഒരിക്കലും വേറെ ഒരു സ്ഥലത്തേക്ക് എന്റെ ചിന്ത പോകത്തേയില്ല. ഐ വിൽ ഓൾവേസ് ഗെറ്റ് കണക്റ്റഡ്. ഓക്കെ, ഹിറ്റ് FM-ൽ ഓക്കെ ഇന്നയാളാണ്. അത് പക്ഷേ ഫോണിൽ സേവ് ചെയ്യണം. ഇതിപ്പോ നമ്മൾ റാൻഡം ആയിട്ട് ചിലപ്പോ എവിടെയെങ്കിലും വെച്ചൊരു പ്രോഗ്രാമിന് കണ്ടു, എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. മായനെ ഓർക്കുന്നില്ല, അയ്യോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പെട്ടുപോയി. അല്ല, അതിൽ നിങ്ങളൊക്കെ ശരിക്കും രാഷ്ട്രീയക്കാരെ പോലെയാണ്, അഭിനയിച്ചേ പറ്റൂ. കാരണം ബീങ് എ സെലിബ്രിറ്റി, ഓക്കെ, ഓർക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ കൊടുക്കണം, ഓർക്കുന്നുണ്ട് എന്നുള്ള രീതി. പക്ഷെ നമ്മുടെ ലിസണേഴ്സ് അതിലും വലിയ ആൾക്കാരാണ്, അതിലും വലിയ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് പറ എവിടെ വെച്ചാൽ മീറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ തീർന്നു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. സോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് റീകളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ്,
നമ്മൾ ആ പേരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സാധനത്തെ കണ്ടുപിടിക്കും. ഒന്നെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും പേരിന്റെ കൂടുതൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് ഉണ്ടാവാം, എന്തൊരു സാധനം, അതല്ലെങ്കിൽ ഒരു മൃഗമാവാം, അതല്ലെങ്കിൽ ഒരു ഇൻസെക്ട്, ഒരു ജീവി, അങ്ങനെ എന്തെങ്കിലും ആവാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മനസ്സിൽ ഒരു ഫണ്ണി അസോസിയേഷൻ ഉണ്ടാക്കുക. അതാണ് വി അസോസിയേറ്റ് വിത്ത് സംതിങ്. ഉദാഹരണത്തിന് ഐ ഗിവ് യു, ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്ന പേര് സച്ചിൻ എന്നാണെങ്കിൽ ഈശ്വലി നമുക്ക് അസോസിയേറ്റ് ചെയ്യാം സച്ചിൻ ടെണ്ടുൽക്കറുമായി. ഓക്കെ, വിപിൻ. അപ്പോൾ വിപിൻ എന്നുള്ള പേരിൽ ഈസിലി പിൻ എന്നുള്ള സാധനം എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വിപിന്റെ ഷേപ്പിൽ ഒരു വി ഷേപ്പിലുള്ള ഒരു പിൻ കാണുക. വിപിന്റെ മുടിയൊക്കെ എന്താണ്, നോർമൽ അല്ല, ഹെയർ അല്ല, അതിന് പകരം പിൻ, മുടി. അങ്ങനെ. ഓക്കെ, അപ്പോൾ വി പിൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, വി എന്ന ഷേപ്പിലുള്ള ഒരു പിൻ അദ്ദേഹത്തിന്റെ തലയിൽ നിറയെ മുടിക്ക് പകരം നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇനി അഞ്ജലി എന്നുള്ള പേര് ഓർക്കാൻ എളുപ്പം. ഓക്കെ, ആ കുട്ടിയുടെ എന്താ പറയാ, അദ്ദേഹത്തിന് നിറയെ എലികൾ ഇങ്ങനെ ഓടുന്നതായിട്ട്. ഓക്കെ, പക്ഷെ ഇതെന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും അവരോട് നേരിട്ട് പറയാറില്ല. ബിക്കോസ് വി മേക്ക് എ ഫണ്ണി അസോസിയേഷൻ. നമ്മളുടെ സൗകര്യത്തിന് നമ്മൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഒന്നുകൂടി പറയാം, പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും. കാരണം സിനിമയിൽ ഒരുപാട് സിനിമകളിൽ കഥാപാത്രങ്ങൾ വരുന്നു, പക്ഷേ ആ സിനിമ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും ആ കഥാപാത്രങ്ങൾ മനസ്സിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിദ്ദീഖ് ലാലുമാരാണ്. കാരണം അവരൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ ആ കഥാപാത്രത്തിന് ഒരു ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. മാന്നാർ മത്തായി മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് പ്രേക്ഷകർ ആ പേര് ഓർക്കില്ല. മാന്നാർ എന്ന പേര് കൂടി കൂട്ടിയ കഥാപാത്രം അത്രമാത്രം അല്ലേ. പിന്നെ അതുപോലെ എത്രയോ ആനപ്പാറ അച്ചമ്മ എന്ന പേരായിക്കോട്ടെ, അഞ്ഞൂറാൻ എന്ന പേരായിക്കോട്ടെ, അതല്ലെങ്കിൽ അപ്പൊ അവർ ആ പേര് ജനമനസ്സിൽ പിന്നീട് സിനിമ വർഷങ്ങൾക്ക് ശേഷവും ആ പേര് നിൽക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആ പേരിനൊരു കൃത്യമായ ഒരു ഐഡന്റിറ്റി അവർ കൊടുക്കാൻ. അപ്പൊ നമ്മളും ചെയ്യേണ്ടത് ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തി ആ പേര് നമ്മളുടെ മനസ്സിൽ നിൽക്കണം എന്നൊരു തീരുമാനത്തോടുകൂടി നമ്മളും എന്ത് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് നമ്മൾ കൃത്യമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്യുക. അപ്പോ പേര് ഇനിയിപ്പോൾ മറന്നു പോകേണ്ട ഒരു അവസരം നിങ്ങൾക്ക് ഒരിക്കലും വരരുത്. അപ്പോ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ജോജോ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ വേണം എന്നുള്ളത്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ജോജോ, അപ്പൊ ഇവിടുത്തെ സ്കൂൾസിൽ എങ്ങനെയാണ് ഇൻവൈറ്റ്സ് കിട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണ്? ആയി വരുന്നുള്ളൂ. ഞാൻ ഇവിടെ വീണ്ടും ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ ഉള്ള ഒരു പ്ലാനിലായിരുന്നു. കാരണം എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായി, ചിക്കൻ ബോക്സ് പിടിച്ചു. അതെ, അപ്പൊ ചിക്കൻ ബോക്സ് പിടിച്ച് ഞാൻ കിടന്ന സമയത്താണ് ഞാൻ ശരിക്കും എന്താ പറയാ, അതും എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയി. ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങൾ ഒന്നും ട്രാക്കിലായില്ല, ചിക്കൻ ബോക്സ് പിടിച്ചു. ഇപ്പൊ ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു, അത്ഭുതങ്ങൾ എന്റെ വഴിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിങ്ങനെ ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചു. ആദ്യം നമ്മുടെ മാധ്യമം ഇജു കഫേയിൽ, അതിനുശേഷം ഇപ്പൊ ഞാനിതാ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു. ഇനി വീണ്ടും ഞാൻ NTVയുടെ നാളെ ഒരു മൈ ടീച്ചർ പ്രോഗ്രാമിലേക്ക്. അപ്പൊ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജോജോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി റിയലി നീഡ് പീപ്പിൾ ലൈക്ക് യു മോർ ഇൻ ആർ സ്കൂൾ സിസ്റ്റം. സത്യം പറഞ്ഞാൽ ബിക്കോസ് കുട്ടികൾക്ക് എപ്പോഴും ഇവിടെ വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. നമ്മളിപ്പം എഡ്യൂക്കേഷണലിസ്റ്റ് അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്, കുട്ടികൾക്ക് പഠിത്തത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ല. റോട്ട് ലേണിംഗ് ആണ് കൂടുതലും. പിന്നെ സോ മച്ച് പ്രഷർ, മാർക്സിന്റെ പുറകിലാണ് എല്ലാവരും ഓടുന്നത്. എന്നാൽ പഠിക്കുന്നത് എന്താണെന്നോ ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ ഇടാനോ ആരും തന്നെ ശ്രമിക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോജോനെ പോലത്തെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഒരുപാട് എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ ജോജോ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളോടൊപ്പം ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് എൻ അമേസിംഗ് സെഷൻ. ഇറ്റ് റിയലി വാസ് എ റിയലി ഇൻട്രസ്റ്റിംഗ് സെഷൻ. അപ്പോ ഈ ഒരു സെഷൻ നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ താങ്ക് യു സോ മച്ച്. ഒരുപാട് സക്സസ് ഞാൻ വിഷ് ചെയ്യുകയാണ്. ദുബായ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാജിക്കൽ സിറ്റി കേട്ടോ. അപ്പോ ഈ ഒരു നഗരം ഒരുപാട് മാജിക് താങ്കളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം മായപ്പോൾ ഇത്രമാത്രം എനർജറ്റിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് കിട്ടിയതിൽ. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് തോന്നുന്നു മായ ഏതൊരു വീട്ടിലും കയറി ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, സാധാരണ പെൺകുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ളത് പാറ്റയാണ്. പക്ഷേ ഏതൊരു വീട്ടിലും എവിടെ കയറി ചെന്നാലും മായയെ കണ്ടാൽ പാറ്റകളോടും. കാരണം മായ ഈസ് ഫ്രം ഹിറ്റ്.